എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം ഈ പകൽക്കാലം അറിയിക്കുന്നു. ഇപ്രകാരം ഒരു മനോഹരമായ പ്രഭാതം കണ്ടുണർന്ന് നമുക്ക് ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ തന്നിരിക്കുന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് ബൈബിൾ ക്രിസ്തുവിലേക്കുള്ള വഴി വെളിപ്പെടുത്തുന്നു. ബൈബിൾ ക്രിസ്തുവിലേക്കുള്ള വഴി വെളിപ്പെടുത്തുന്നു എന്നുള്ള വേദശകലത്തിൽ ആസ്പദമാക്കിയാണ് പഠിക്കാനുള്ളത്. നമുക്കൊരു വചനം വായിച്ചു തുടങ്ങാം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 24-25 വേദഭാഗങ്ങൾ. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 24-25 വേദഭാഗങ്ങൾ ഇപ്രകാരം കാണുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗി എല്ലാ പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവ് തീർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അത് ആകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. നമ്മൾ പലപ്പോഴും ദൈവമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങൾ എത്ര പേര് ദൈവത്തോട് സംസാരിച്ചിട്ടുണ്ട്? പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഞാൻ ദൈവത്തോട് സംസാരിച്ചില്ല. എന്നാൽ അതിനുള്ളൊരു പോംവഴിയാണ് ഈ വചനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിച്ച് തുടങ്ങുമെങ്കിൽ അത് ദൈവവും നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം അവിടെ തുടങ്ങിയാണ്. നമ്മൾ കിട്ടുന്ന സമയങ്ങൾ ഒരുപക്ഷെ നമ്മൾ പത്രം വായിക്കുന്നവരുണ്ടാകാം, മുതിർന്നവർ അല്ലെങ്കിൽ TV കാണുന്നവരുണ്ടാകാം. അതൊന്നും തെറ്റല്ല, മൊബൈലിലൊക്കെ കാണുന്നത് നമ്മൾ ആവശ്യമൊക്കെ വേണം. അതിന് കൂടെയും നമ്മൾ കുറച്ച് ശ്രദ്ധ ദൈവവചനം പഠിക്കുവാൻ ആ സമയം ഉണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് അടുക്കുന്നതായ ഒരു നിമിഷമാണ്. നമുക്ക് ദൈവമായി കമ്മ്യൂണിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഏക പോംവഴി ദൈവത്തിൻ്റെ വചനമായി ബന്ധപ്പെടുക, വചനം വായിക്കുക, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വചനത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മൾ അടുക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്നു. അപ്രകാരം ആയിരിക്കുമ്പോൾ നമുക്ക് നല്ല ചിന്തകൾ വരും. നമ്മളൊരു ഫ്രഷ്നെസ് ആയിട്ട് ഓരോ ദിവസവും തുടങ്ങുവാൻ കഴിയും. ഇന്ന് തൊട്ട് ആരും അത് ചെയ്തില്ലെങ്കിൽ തുടങ്ങുക. നമ്മൾ രാവിലെ ഒരു വചനം വായിച്ച് നമ്മളെ ദിനചര്യങ്ങൾ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ദിവസത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിരിക്കും. അനുഭവസ്ഥരുണ്ട് പലരും, അങ്ങനെ ചെയ്യുന്നവരും തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വചനത്തിൽ കൂടി തുടങ്ങണം. എന്തെന്ന് വീണ്ടെന്ന് വെച്ചാൽ വിശുദ്ധ വേദപുസ്തകം അതിമഹത്തായ ഒരു രക്ഷാപദ്ധതിയെ നമുക്ക് കാണിച്ചു തരുന്നു. എന്താണ്? നമുക്കൊരു രക്ഷാപദ്ധതി ഈ വചനത്തിൽ കൂടി കാണുന്നു. ആ രക്ഷാപദ്ധതി എന്തെന്ന് വെച്ചാൽ എന്താണ്? അത് നിത്യജീവനെ നമുക്ക് എന്ത് ചെയ്യുന്നു? കാണിച്ചു തരുന്നു. നിത്യജീവനെ കാണിച്ചു തരുന്ന ഒരു ഏക പദ്ധതി എന്ന് പറയുന്ന വിശുദ്ധ വേദപുസ്തകവും അതിൽ ഓരോ വാക്യവും വചനവുമാണ്. അത് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നിത്യജീവനെ കരസ്ഥമാക്കുവാൻ കഴിയുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവരെ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുകയുമില്ല. ദൈവം പറഞ്ഞിരിക്കുന്നു എന്താണ്? ഈ വചനത്തോട് കൂടി അടുക്കുമെന്നാണ് നിത്യജീവൻ തരുന്നു. അതെന്തെയ്യുന്നു? ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ വേദപുസ്തകം വായിക്കണം. ആ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? പിന്തുടരണം. തീർച്ചയായിട്ടും ഇത് അനേക വ്യക്തികൾ ഇന്ന് അനുഭവിച്ചറിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു സംഭവമാണ്, നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതായ ഒരു മാറ്റം അത് ഏറ്റവും അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും വളരെയേറെ പ്രതിസന്ധിയായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്ത് ജീവിക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ നമ്മളെ സ്വാഭാവികമായിട്ട് അലട്ടുന്നുണ്ട്. കടബാധ്യതകളാൽ ഭാരപ്പെടുന്ന നമ്മളുണ്ടാകും, അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രയാസങ്ങളുണ്ടാകും. രോഗത്തിലായിരിക്കുന്ന ഭവനങ്ങൾ അനേകം പേരുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് അടുക്കുകയും ദൈവത്തിൻ്റെ വചനം വായിച്ചു കൊണ്ട് മുന്നേറുമെങ്കിൽ ഇതിന്നെല്ലാം നമുക്ക് ഒരു 100% മാറ്റം ഉണ്ടാകും. തീർച്ചയാണ്. അത് ഇനിയിപ്പം എൻ്റെ വായിന്ന് വരുന്ന വാക്കുകളല്ല, നിങ്ങൾ അനുഭവിച്ച ധാരാളം നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കൊരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ പോകണം. അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോ ദിവസവും തുടങ്ങണം. എങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെയും വളരെ സന്തോഷകരമായിരിക്കും. ഈ ലോകത്ത് കാണുന്നതെല്ലാം ചിന്തകളിൽ നിന്നൊക്കെ മാറി നമുക്കൊരു നല്ല ചിന്തയോടുകൂടി പോകുവാൻ വിശുദ്ധ വേദപുസ്തകം നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാമത്തെ വാക്യം ഏവർക്കും സുപരിതമായ വാക്യം ഇങ്ങനെ വായിക്കുന്നു. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആ പ്രകാശം ദൈവത്തിൻ്റെ വചനമാകുന്ന പ്രകാശത്തിൻ്റെ ആ വെളിച്ചത്തിൽ നടക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും
വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പകൽക്കാലം കടന്നു വരുന്നു കർത്താവേ. കേട്ട വചനം പോലെ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് സംസാരിക്കാനും ഞങ്ങൾ അങ്ങോട് ഇടപെടുവാനും ഞങ്ങൾക്കിന്ന് ലോകത്ത് ഏക മാർഗം അങ്ങയുടെ വിശുദ്ധ ബൈബിൾ എന്ന ആ വചനം തന്നെയാണ് കർത്താവേ. ഞങ്ങൾ ആ വചനം വായിച്ച് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ദൈവമേ, ഞങ്ങൾ അവിടുന്ന് ഏറ്റവും അടുത്തിരിക്കുന്ന എന്ന് തോന്നുന്നു കർത്താവേ. അവിടുന്ന് തരുന്ന രക്ഷാപദ്ധതിയെപ്പറ്റി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടുത്തെ നിത്യജീവനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നതെല്ലാം കർത്താവേ അവിടുത്തെ വചനത്തിൽ കീഴിലാണ് കർത്താവേ. ഞങ്ങൾ വചനത്തിൻ്റെ അടിയുറച്ച് വിശ്വസ്ത പോരാളികളായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്ന് അരുവരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുമ്പോൾ കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ.